ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റോബസ്റ്റ് റിഗ്രഷനെ പറ്റിയാണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ചെയ്യുന്നത്. Estimators. The L1 norm regression problem arises naturally from the maximum likelihood approach with double exponential errors. In general, we may define a class of robust estimators that minimize the function p of the residuals. അതായത് ഈ L1 നോം റിഗ്രഷൻ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നല്ലോ. അപ്പോൾ L1 നോം റിഗ്രഷൻ പ്രോബ്ലം മെയിനായിട്ട് എങ്ങനെയാണ് റൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അത് ഡബിൾ എക്സ്പൊണൻഷ്യൽ എറേഴ്സ് ഉള്ള കേസിൽ നമ്മൾ മാക്സിമം ലൈക്ലിഹുഡ് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കാണ് ഈ L1 നോം റിഗ്രഷൻ പ്രോബ്ലം മെയിനായിട്ട് വരുന്നത്. അപ്പം ജനറലായിട്ട് നമുക്ക് ഒരു ക്ലാസ് ഓഫ് റോബസ്റ്റ് എസ്റ്റിമേറ്റേഴ്സിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു റോബസ്റ്റ് എസ്റ്റിമേറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ, ആ റെസിജ്വൽസിൻ്റെ എൽ പി നോം റെസിജ്വലിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് കണ്ടതല്ലേ. അപ്പോൾ ആ ഒരു പി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്ലാസ് ഓഫ് റോബസ്റ്റ് എസ്റ്റിമേറ്റേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, minimize our beta summation I is equal to 1 to n rho of ei, that is equal to minimize our beta summation I is equal to 1 to n rho of yi minus xi dash ഇൻറ്റു ബീറ്റ. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ പി അല്ല, റോ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിലുള്ള മിസ്റ്റേക്കാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എക്സാമ്പിളോട്ട് കൊടുത്തേക്കുന്നത് സമ്മേഷൻ ഐ ഈസ് ഇക്വൽ ടു 1 to n റോ ഓഫ് ഇ ഐ, അതായത് നമ്മുടെ എററിൻ്റെ ആ ഒരു റോ ഫംഗ്ഷനെ നമുക്ക് ബീറ്റയുടെ ടേംസിൽ മാക്സിമം മിനിമൈസ് ചെയ്യണം. അപ്പോൾ മിനിമൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എറർ ടേം എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, വൈ ഐ മൈനസ് എക്സ് ഐ ഡാഷ് ഇൻറ്റു ബീറ്റ ആണല്ലോ. സോ ആ ഒരു ഇ ഐയുടെ സ്ഥാനത്ത് നമ്മൾ വൈ ഐ മൈനസ് എക്സ് ഐ ഡാഷ് ഇൻറ്റു ബീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. വേർ എക്സ് ഐ ഡാഷ് ഡിനോട്ട് the ith row of x, and an estimator of this type is called an M estimator, where M stands for maximum likelihood. അപ്പം ഇങ്ങനെ ഈ ഒരു ഇക്വേഷൻ്റെ ഫോമിലുള്ള ആ ഒരു എസ്റ്റിമേറ്ററിനെയാണ് നമ്മൾ എം എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത്. ഇവിടെ എം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം ലൈക്ലിഹുഡ് എന്നാണ്. That is, the function rho is related to the likelihood function for an appropriate choice of the error distribution. ഈ ഒരു റോ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ നമ്മുടെ ലൈക്ലിഹുഡ് ഫംഗ്ഷനായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർസ് ഈസ് യൂസ്ഡ് implying that the error distribution is normal, then rho of z is equal to 1 by 2 z square, where minus infinity less than z less than infinity. അപ്പോൾ നമ്മൾ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് ആണ് ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചോ. അത് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, എറേഴ്സ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുമ്പം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റോ ഓഫ് ഇസഡ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 1 by 2 z സ്ക്വയർ എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്. അവിടെ ഇസഡിൻ്റെ വാല്യൂ റേഞ്ച് എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റിക്കും മേളിലായിരിക്കും. ദ എം എസ്റ്റിമേറ്റർ ഈസ് നോട്ട് necessarily scale invariant, that is, if the errors yi minus xi dash beta were multiplied by a constant, the new solution to equation 11.4 might not be the same as the old one. അപ്പോൾ ഈ ഒരു എം എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് സ്കെയിൽ ഇൻവേരിയൻ്റ് ആവണമെന്നില്ല. അതിന് അതായത് ഇപ്പോൾ നമുക്ക് ഈ തന്നേക്കുന്ന എററിൻ്റെ വാല്യൂ ഉണ്ടല്ലോ വൈ ഐ മൈനസ് എക്സ് ഐ ഡാഷ് ഇൻറ്റു ബീറ്റ എന്ന്, അതിന് നമ്മൾ ജസ്റ്റ് ഒരു കോൺസ്റ്റൻറ്റോട് മൾട്ടിപ്ലൈ ചെയ്യുകയെന്ന് വെച്ചു. അപ്പോൾ കോൺസ്റ്റൻറ്റോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരവും പഴയത് നമുക്ക് കിട്ടിയിട്ടുള്ള ഉത്തരവും തമ്മിൽ സെയിം ആവണമെന്നില്ല. To obtain a scale invariant version of this estimator, we usually solve minimize over beta summation I is equal to 1 to 1 rho into ei by s, that is equal to minimize over beta summation I is equal to 1 to n rho into yi minus xi dash into beta by s. അപ്പോൾ നമുക്ക് ഈ സ്കെയിൽ ഇൻവേരിയൻ്റ് ആയിട്ടുള്ള ഒരു മെഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അപ്രോച്ച് ചെയ്യുന്നത്. ഇതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് റോ ഓഫ് ഇ ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് പകരം റോ ഓഫ് ഇ ഐ ബൈ എസ് എന്ന് പറയുന്ന ഒരു ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അപ്പുറത്തെ ഇക്വേഷൻ എന്താവും, സെയിം ഇത് തന്നെ ഡിവൈഡ് ബൈ എസ് എന്നുള്ള ഒരു ഇക്വേഷൻ വേണ്ടി നമുക്ക് കിട്ടും. വേറെ എസ് ഇസ് എ റോബസ്റ്റ് എസ്റ്റിമേറ്റ് ഓഫ് സ്കെയിൽ. അപ്പോൾ ഇവിടെ എസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു റോബസ്റ്റ് എസ്റ്റിമേറ്റ് എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. എ പോപ്പുലർ ചോയ്സ് ഓഫ് എസ് ഇസ് ദ മീഡിയൻ അബ്സല്യൂട്ട് ഡീവിയേഷൻ. സാധാരണ നമ്മൾ എസ്സിന് വേണ്ടിയിട്ട് എടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് മീഡിയൻ അബ്സല്യൂട്ട് ഡീവിയേഷൻ ആണ്. എന്താ മീഡിയൻ അബ്സല്യൂട്ട് ഡീവിയേഷൻ? അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എസ് ഇസ് ഇക്വൽ ടു മീഡിയൻ മോഡുലസ് ഓഫ് ഇ ഐ മൈനസ് മീഡിയൻ ഓഫ് ഇ ഐ ഡിവൈഡ് ബൈ 0.6745. ഈ ഒരു വാല്യൂ ആണ് സാധാരണ നമ്മൾ എസ്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. The tuning constant 0.6745 makes S an approximately unbiased estimator of sigma if n is large and the error distribution is normal. അപ്പോൾ നമ്മൾ ഈ 0.6745 എന്നുള്ള ഒരു വാല്യൂ എസ്സിന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എസ്സിനെ ഒരു അൺബയസ്ഡ് സിഗ്മയുടെ ഒരു അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആയിട്ട് അത് മാറ്റും. ഏത് കേസിലാണ്, എൻ ലാർജ് ആയിട്ടുള്ള കേസിലും എറർ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ആയിട്ടുള്ള കേസിലുമാണ് ഈ പറയുന്നത്.
ടു മിനിമൈസ് ഇക്വേഷൻ 11.5 ഇക്വേഷൻ 11.5 എന്നുള്ളത് ഇതാണ് മിനിമൈസ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n റോ ഓഫ് ഇ ഐ ബൈ എസ് എന്നുള്ളത് ഇക്വേഷൻ 11.5. Minimize equation 11.5. Equate the first partial derivatives of rho with respect to beta j where j is equal to 0, 1, 2, 3 etc. k to 0 yielding a necessary condition for minimum. This gives the system of p is equal to k plus 1 equation. അപ്പോൾ നമ്മൾ ഈ ഒരു 11.5 എന്നുള്ള ഇക്വേഷനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് റോയുടെ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുക്കുവാണ്. അത് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ജെ ആണ് എടുക്കുന്നത് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു സിസ്റ്റം ഓഫ് പി ഈക്വൽ ടു കെ പ്ലസ് 1 ഇക്വേഷൻസ് കിട്ടും. അപ്പോൾ അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എക്സ് ഐ ജെ ഇൻറ്റു സൈ ഓഫ് വൈ ഐ മൈനസ് എക്സ് ഐ ബീറ്റ ഡിവൈഡ് ബൈ എസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്യും. വേർ ജെ ഈസ് ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര കെ. ഇവിടെ വേർ ഐ ഈസ് ഈക്വൽ ടു പി ഡാഷ് ആൻഡ് എക്സ് ഐ ജെ ഇസ് ദ ith ഒബ്സർവേഷൻ ഓഫ് ദ jth റിഗ്രസർ ആൻഡ് എക്സ് ഐ നോട്ട് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ് ഐ ജെ എന്ന് പറയുന്നത് jth റിഗ്രസറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ith ഒബ്സർവേഷൻ ആയിരിക്കും. അതുപോലെ സൈ എന്ന് പറയുന്ന പി ഡാഷ് ആയിരിക്കും. എക്സ് ഐ നോട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇൻ ജനറൽ ദ സൈ ഫംഗ്ഷൻ ഇസ് നോൺ ലീനിയർ ആൻഡ് മസ്റ്റ് ബി സോൾവ്ഡ് ബൈ ഐട്രേറ്റീവ് മെത്തേഡ്സ്. ഈ സൈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നോൺ ലീനിയർ ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. ഐട്രേഷൻ മെത്തേഡ്സ് വഴിയാണ് നമ്മൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. വൈൽ സെവറൽ നോൺ ലീനിയർ ഒപ്റ്റിമൈസേഷൻ ടെക്നിക് കുഡ് ബി എംപ്ലോയിഡ് ഐട്രേറ്റീവ്ലി റീവൈറ്റഡ് ലീസ്റ്റ് സ്ക്വയേഴ്സ് ഈസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ്. അപ്പോൾ നമ്മൾ സാധാരണ ഇത് ഈ ഒരു സൈ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഐട്രേറ്റീവ്ലി റീവെയ്റ്റഡ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡാണ്. അപ്പം ഇവിടെ നോക്കാം. ടു യൂസ് ഐട്രേറ്റീവ്ലി റീവെയ്റ്റഡ് ലീസ്റ്റ് സ്ക്വയേഴ്സ് സപ്പോസ് ദാറ്റ് ദ ഇനീഷ്യൽ എസ്റ്റിമേറ്റ് ബീറ്റ നോട്ട് ക്യാപ് ഈസ് അവൈലബിൾ ആൻഡ് ദാറ്റ് എസ് ഈസ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് ദ സ്കെയിൽ. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അതിന് പറയുന്നത്. ഈ ഒരു ഐട്രേറ്റീവ്ലി റീവെയ്റ്റഡ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സപ്പോസ് ചെയ്യുന്നത് നമുക്ക് ഇനീഷ്യൽ എസ്റ്റിമേറ്റ് ആയ ബീറ്റ നോട്ട് ക്യാപ്പ് അവൈലബിൾ ആണ് നമ്മൾ എടുക്കും. അപ്പോൾ അവൈലബിൾ ആണെന്ന് എടുത്തിട്ട് പിന്നെ എസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കെയിലിൻ്റെ എസ്റ്റിമേറ്റ് നമ്മൾ എസ് ആയിട്ടും എടുത്തു. ദെൻ റൈറ്റ് ദ പി ഈക്വൽ കെ പ്ലസ് 1 ഇക്വേഷൻ ഇൻ ഇക്വേഷൻ 11.7. അപ്പോൾ നമുക്ക് ഈ ഒരു പി ഈക്വൽ കെ പ്ലസ് 1 ഇക്വേഷൻസ് കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു കെ പ്ലസ് 1 ഇക്വേഷനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് നമുക്ക് കിട്ടുന്ന എത്രയാണ്? സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എക്സ് ഐ ജെ ഇൻറ്റു സൈ ഓഫ് വൈ ഐ മൈനസ് എക്സ് ഐ ഡാഷ് ബീറ്റ ബൈ എസ് എന്നാണല്ലോ കിട്ടിയത്. സോ അതിനെ അത് നമ്മൾ എഴുതി. ഇനി നമ്മൾ ചെയ്യുന്നത് മേളിലും താഴെയും ഈ ഒരു സെയിം ഫംഗ്ഷൻ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അതായത് എക്സ് ഐ ജെ സൈ ഓഫ് വൈ ഐ മൈനസ് എക്സ് ഐ ഡാഷ് ബീറ്റ ബൈ എസ് കൊണ്ട് മേളിലും താഴെയും ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ താഴത്തെ ഇക്വേഷൻ കിട്ടി. ഇങ്ങനെ നമ്മൾ മുകളിലും താഴെയും കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ഇത് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കിട്ടി. അതെങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n എക്സ് ഐ ജെ ഇൻറ്റു ഡബ്ല്യു ഐ നോട്ട് വൈ ഐ മൈനസ് എക്സ് ഐ ഡാഷ് ബീറ്റ എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു മേളത്തെ ഇക്വേഷൻ നമുക്ക് 0 ആയിട്ട് കിട്ടി. വേർ ഡബ്ല്യു ഐ നോട്ട്, ഇനി ഡബ്ല്യു ഐ നോട്ട് എന്താണെന്നാണ് പറയുന്നത്. ഡബ്ല്യു ഐ നോട്ട് ഈസ് ഈക്വൽ ടു സൈ ഓഫ് വൈ ഐ മൈനസ് എക്സ് ഐ ഡാഷ് ബീറ്റ നോട്ട് ക്യാപ് ബൈ എസ് ഡിവൈഡ് ബൈ വൈ ഐ മൈനസ് എക്സ് ഐ ഡാഷ് ബീറ്റ നോട്ട് ക്യാപ് ഡിവൈഡ് ബൈ എസ്. if yi not is equal to xi dash beta not cap and equal to 1 if yi equal to xi dash beta not cap. അപ്പോൾ നമുക്ക് ഈ ഒരു സിസ്റ്റം ഓഫ് പി പ്ലസ് പി ഈക്വൽ കെ പ്ലസ് 1 ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് 0 ആയിട്ട് കിട്ടി. In matrix notation, equation 11.9 becomes x dash w naught x beta that is equal to x dash w naught y. അപ്പോൾ ഇങ്ങനെ മെട്രിക്സ് നൊട്ടേഷൻ നമ്മൾ എഴുതുന്നതാണ് കൊടുത്തിരിക്കുന്നത്. where w naught is an n cross n diagonal matrix of weights with the diagonal elements w1 naught, w2 naught, etc. wn naught given by equation 11.10 and we recognize equation 11.11 as the usual weighted least squares normal equation. അപ്പോൾ നമുക്ക് ഈ ഒരു ഡബ്ല്യു നോട്ട് എന്ന് പറയുന്നത് ഒരു എൻ ക്രോസ് എൻ ഡയഗണൽ മെട്രിക്സ് ആണ്. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഡയഗണൽ എലമെൻറ്റ്സ് ആയിരിക്കും ഇതിൻ്റെ വെയിറ്റ്സ്. അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് w1 നോട്ട്, w2 നോട്ട്, എക്സെട്ര wn നോട്ട് എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ ഇക്വേഷൻ 11.11 ഈ ഒരു മെട്രിക്സ് നൊട്ടേഷനിൽ നമുക്ക് കിട്ടുന്നത് യൂഷ്വൽ വെയ്റ്റഡ് ലീസ്റ്റ് സ്ക്വയറിൻ്റെ നോർമൽ ഇക്വേഷൻ തന്നെയാണ്. അപ്പം കോൺസിക്വൻ്റ്ലി 1 സ്റ്റെപ്പ് എസ്റ്റിമേറ്റർ ഈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത് beta 1 cap is equal to x dash w naught x the whole dash into x dash w naught into y. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടിയ ബീറ്റ 1 ക്യാപ്പിൻ്റെ എസ്റ്റിമേഷൻ. ഇനി അറ്റ് ദ സെക്കൻഡ് സ്റ്റെപ്പ് വി റീകമ്പ്യൂട്ട് ദ വെയ്റ്റ്സ്
from equation 11.10 but using beta 1 cap instead of beta not cap. നമ്മൾ ഈ ഒരു സെയിം പ്രൊസീജിയറാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത്. പക്ഷേ നമ്മളിവിടെ ബീറ്റ നോട്ട് ക്യാപ്പിന് പകരം ബീറ്റ 1 ക്യാപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. Usually only a few iterations are required to achieve convergence. The iteratively reweighted least square procedure could be implemented using a standardized weighted least square computer program. A number of popular robust criterion functions are shown in table 11.1. The behavior of these row functions and the corresponding side functions are illustrated in figure 11.4 and 11.5. നമ്മൾ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന റോബസ്റ്റ് എസ്റ്റിമേഷൻ്റെ ഫങ്ഷൻസ് ആണ് ഈ ഒരു റോബസ്റ്റ് ക്രൈറ്റീരിയൻ ഫങ്ഷൻസ് ആണ് ഈ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ സാധാരണ ഓരോ പ്രാവശ്യവും നമ്മൾ ഈ റോ ഫംഗ്ഷനും അതുപോലെ തന്നെ സൈ ഫംഗ്ഷനും ഉള്ള ചേഞ്ചസ് ആണ് ഈ ഒരു ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. The psi function controls the weight given to each residual and apart from a constant proportionality is sometimes called the influence function. അപ്പോൾ ഈ ഒരു സൈ ഫംഗ്ഷനാണ് നമ്മുടെ റെസിജ്വലിന് കൊടുക്കുന്ന വെയിറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഇൻഫ്ലുവൻസ് ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ദ സൈ ഫംഗ്ഷൻ ഫോർ ലീസ്റ്റ് സ്ക്വയേഴ്സ് ഈസ് അൺബൗണ്ടഡ് ആൻഡ് thus the least squares tends to be non-robust when used with the data arising from a heavy tailed distribution. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ ലീസ്റ്റ് സ്ക്വയർ ഫംഗ്ഷൻ എസ്റ്റിമേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സൈ ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ള ഡേറ്റ ഒരു ഹെവിലി ടെയിൽഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഡേറ്റ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ലീസ്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് നോൺ റോബസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഇതിനകത്ത് ഈ ഒരു നമ്പർ ഓഫ് തൊട്ട് അതുപോലെ ഈ ഒരു സ്റ്റാർട്ടിംഗ് വാല്യൂ അവിടം വരെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല, നിങ്ങൾ ജസ്റ്റ് വായിച്ച് വിട്ടാൽ മതി. It is important to know something about the error structures of the final robust regression estimates beta cap. Determine the covariance matrix of beta cap is important if we are to construct കോൺഫിഡൻസ് ഇൻ്റർവൽസ് ഓർ മേക്ക് അതർ മോഡൽ ഇൻഫറൻസസ്. അപ്പോൾ നമുക്ക് ഈ ഒരു എറർ സ്ട്രക്ചർ നമുക്ക് അവസാനമായിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു റിഗ്രഷൻ എസ്റ്റിമേറ്റ്സിൻ്റെ എറർ സ്ട്രക്ചറിനെ പറ്റി നമുക്ക് നോക്കാം. ഇതിനകത്ത് ഈ ഒരു ബീറ്റ ക്യാപ്പിൻ്റെ കോവേരിയൻസ് മെട്രിക്സ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് നമുക്ക് കോൺഫിഡൻസ് ഇൻ്റർവൽ കണ്ടുപിടിക്കാനായാലും അതുപോലെ മോഡൽ ഇൻഫറൻസസിന് വേണ്ടിയിട്ടായാലും നമുക്കിത് യൂസ് ചെയ്യേണ്ടതാണ്. Huber has shown that asymptotically beta cap has an approximate normal distribution with the covariance matrix sigma square into expectation of psi square of epsilon by sigma divided by expectation of psi dash epsilon by sigma the whole square into x dash x the whole inverse. അപ്പം ബീറ്റ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു അസിംപ്റ്റോട്ടിക്കലി ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ കോവേരിയൻസ് മെട്രിക്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. Therefore, a reasonable approximation of the covariance matrix of beta cap is n square by n minus p into summation I is equal to 1 to n psi square into yi minus x dash beta divided by s the whole divided by summation I is equal to 1 to n psi dash into yi dash minus x dash beta divided by s the whole square into x dash x the whole inverse. അപ്പം ഈ ഒരു കോവേരിയൻസ് മെട്രിക്സ് ബീറ്റ ക്യാപ്പിൻ്റെ ഒരു അപ്രോക്സിമേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. വെയ്റ്റഡ് ലീസ്റ്റ് സ്ക്വയർ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഓൾസോ പ്രൊഡ്യൂസസ് ദ എസ്റ്റിമേറ്റ് ഓഫ് കോവേരിയൻസ് മെട്രിക്സ്. അപ്പോൾ വെയ്റ്റഡ് കമ്പ്യൂട്ടർ പ്രോഗ്രാം വഴിയിട്ടുള്ള വെയ്റ്റഡ് ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റ്സും വെയ്റ്റഡ് ലീസ്റ്റ് സ്ക്വയർ പ്രൊസീജിയർ വഴി നമുക്ക് കോവേരിയൻസ് മെട്രിക്സിൻ്റെ എസ്റ്റിമേറ്റ് കിട്ടും. കിട്ടുന്നതാണിത്. സമ്മേഷൻ I is equal to 1 to n wi into yi minus xi dash beta cap the whole square divided by n minus p into x dash w into x the whole inverse. ഇവിടെ നമ്മൾ എക്സ് ഡാഷ് എക്സ് മെട്രിക്സിനകത്ത് ഒരു വെയിറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. There is no general agreement about which approximation to the covariance matrix of beta cap is best. അപ്പം ബീറ്റ ക്യാപ്പിൻ്റെ ഏതൊരു അപ്രോക്സിമേഷനാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതിനെ പറ്റി നമുക്ക് ഒരു ധാരണ കറക്റ്റായിട്ട് ഇല്ല. Both Wells and Hale note that these covariance matrix estimates perform poorly when for x metrics that have outliers. എക്സിന് ഔട്ട്ലയേഴ്സ് ഉള്ള കേസിൽ ഈ ഒരു ബീറ്റ ക്യാപ്പിൻ്റെ എസ്റ്റിമേഷൻ എല്ലാം തന്നെ പുവറായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇൽ കണ്ടീഷനിങ് മൾട്ടിക്കോളിനാരിറ്റി ഓൾസോ ഡിസ്റ്റോർട്സ് റോബസ്റ്റ് റിഗ്രഷൻ എസ്റ്റിമേറ്റ്സ്. അപ്പം വേറൊരു പ്രശ്നം മൾട്ടിക്കോളിനാരിറ്റി എന്നുള്ളൊരു പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു റോബസ്റ്റ് റിഗ്രഷൻ എസ്റ്റിമേറ്റ്സ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. However, there are indications that in many cases we can make approximate inferences about beta cap using procedures similar to usual normal theory.
മിക്ക കേസസിൽ നമുക്ക് ബീറ്റ ക്യാപ്പിനെ പറ്റിയുള്ള അപ്രോക്സിമേറ്റ് ഇൻഫറൻസസ് നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ തിയറി വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയാണ് റോബസ്റ്റ് റിഗ്രഷനെ പറ്റിയുള്ളത്. റോബസ്റ്റ് റിഗ്രഷൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ കണ്ടു. അപ്പം നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പം ഇതോടുകൂടി നമ്മുടെ 3rd മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ദിവസം ലാസ്റ്റ് മൊഡ്യൂൾ, അതായത് 4th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള പോർഷൻസ് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറ്റർഡേയ്സ് ഇനി തൊട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഈ ഒരു വീക്കിൽ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത് വായിച്ച് മനസ്സിലാക്കുക. സാറ്റർഡേയ്സിൽ എല്ലാവരെയും വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ അന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഇൻറ്റേർണൽ മാർക്സ് അതിൻ്റെ ബേസിൽ മാത്രമായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. സോ എല്ലാവരും നോക്കിയിട്ട് പഠിച്ചിട്ട് വരിക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. താങ്ക്